ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ ചോറും കറിയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ രാവിലെ മാങ്ങയാണ് പറിച്ചത്. നമ്മുടെ ഈ കടവിലോട്ട് കിടക്കുന്ന കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിങ്ങ് പറിപ്പിക്കുമായിരുന്നു, കാരണം ഇനിയും കിടന്നത് പോത്തേ ഉള്ളല്ലോ. അപ്പം നമുക്ക് മീൻ പറ്റിക്കുകയോ ചാറുകറി വയ്ക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ച് വെച്ചിട്ട് പിന്നെ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ അതിൻ്റെ മീനിൻ്റെ പേരെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. മിക്ക മീനിൻ്റെ പേര് ഞാൻ മറന്നു പോകും, പക്ഷേ ഈ മീനിൻ്റെ പേര് എനിക്ക് അറിയത്തേ ഇല്ല. നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ, എന്താണെന്ന് പറയണം കേട്ടോ. അന്നേരം ഇന്ന് നമ്മുടെ അപ്പോസിന് അവധിയുള്ളൊരു ദിവസമായിരുന്നു ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ അപ്പോസ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പുറത്ത് വന്നിരുന്ന് കസേരയിലിരുന്ന് ഗെയിം കളിക്കുവാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും പുള്ളി അറിയുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്നോളും. ഫ്രീ ഫയറാണ് കേട്ടോ. അത് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാനിവിടെ ട്രൈപ്പോഡ് വെച്ച് മീൻ വെട്ടുന്നതൊക്കെ എടുക്കുകയാണ്. ആശാൻ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ മീനൊക്കെ വെട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് മീൻ വെട്ടുന്നതാണ് ഇഷ്ടം കേട്ടോ. അതാണ് വശവും. കുറച്ചേറെ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റൂളൊക്കെ ഇട്ട് പോയിരുന്ന് മീൻ വെട്ടും. അല്ലാതെ ഇങ്ങനെ 3-4 മീനൊക്കെ വെട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തന്നെ ഇവിടോട്ട് നിന്ന് ഇങ്ങനെ കല്ലിലിട്ട് മിക്ക മീനും ഞാനിങ്ങനെ ഒന്ന് ഉരച്ചെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കല്ലേ വന്ന് മീൻ വെട്ടാൻ നിൽക്കുന്നത്. അന്നേരം ഇന്ന് ഞാൻ തുണിയൊന്നും കഴുകുന്നില്ല. അപ്പോൾ ഈ തുണി കഴുകുന്ന ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ തുണി കഴുകിയിട്ട് നല്ലവണ്ണം കഴുകി കഴിഞ്ഞാണ് ഈ മീൻ വെട്ടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു കല്ലേ ഉള്ളൂ മീൻ ഉരയ്ക്കാനും തുണി കഴുകാനും ഒക്കെ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ തന്നെ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് കറി വയ്ക്കാൻ പോവാണ്. അപ്പം മാങ്ങ പറിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്തു ഞാൻ മാങ്ങ ഇട്ട് നമുക്ക് മീൻ കറി വയ്ക്കാം. പിന്നെ ഞാൻ ഓർത്തു മാങ്ങ ഇട്ട് മുളക് ഇടുന്ന അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. അന്നേരം പിന്നെ ഞാൻ ഓർത്തു ഒരു മീൻ കറിയും വെച്ച് നമുക്കൊരു മാങ്ങാക്കറിയും വെക്കാവുന്ന. മാങ്ങ തേങ്ങ അരച്ച് ചാറുകറി വെക്കത്തില്ലേ, അതും ഈ മീൻ കറിയുമായിട്ട് നല്ല കോമ്പിനേഷനല്ലേ. അപ്പം അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു. പിന്നെ ടിനോപ്പനും ചേട്ടനും ഒക്കെ പോയി കേട്ടോ. പിന്നെ നമുക്ക് ഉള്ള ജോലികളൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. തുണി അലക്കിയില്ലെന്നേ ഉള്ളൂ, ബാക്കി നമ്മുടെ മിറ്റവടി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ മീൻ വെട്ടിയ തല നമ്മുടെ ജാക്കിക്ക് കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം 3-4 തലയേ ഉള്ളല്ലോ. ഇത് കടമീൻ്റെ തല മാത്രമേ ഈ നമ്മുടെ പട്ടി കഴിക്കത്തുള്ളൂ കേട്ടോ. അന്നേരം കോഴിയെല്ലാം അവിടെ കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ട്. ഈ മീൻ വെട്ടുന്ന സമയത്ത് കോഴിക്കാണല്ലോ തല കൊടുക്കുന്നത്, എല്ലാത്തിനെയും കൂട്ടി പിടിച്ചിട്ടിരിക്കുക കേട്ടോ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ വെളിയിൽ. അത് പക്ഷേ ഈ മീൻ വെട്ടുന്ന സമയത്ത് ഭയങ്കര വെപ്രാളം പിടിച്ച് കോഴിക്കുഞ്ഞൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ വെളിയിൽ ചാടും കേട്ടോ. ഞാൻ അന്നേരം അരിയും ഗോതമ്പും ഒക്കെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മഴയുണ്ട് ഇപ്പം കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളോട് ആരോ ഒരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജാക്കിയെ അഴിച്ചു വിടത്തില്ലേ. എന്നിട്ട് അഴിച്ചു വിടും കേട്ടോ. രാത്രി വന്ന് വരുമ്പം ചേട്ടൻ വരുമ്പോൾ അഴിച്ചു വിടും. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം വീണ്ടും കൂട്ടി കയറ്റും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ അടുത്ത ഒരു കൊച്ചന് കിട്ടിയതാണ് ഈ മീൻ കേട്ടോ. അന്നേരം അപ്പോസ് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. ഇത് വാഹ എന്ന് പറഞ്ഞൊരു മീനാണ്. ഈ സ്റ്റിക്ക് ഇട്ട് പിടിക്കുന്നതാണ് കേട്ടോ. അവൻ്റെ കയ്യിരിക്കുന്ന സ്റ്റിക്ക് കണ്ട ഒരു 2-3 കിലോ ഉള്ള മീനാണ് കേട്ടോ. വലിയ മീനാണ് വാഹ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ മീൻ? അപ്പോസ് ഇങ്ങനെ പൊക്കി കാണിക്കുവാണ് കേട്ടോ. ഈ സ്റ്റിക്ക് ഇട്ടാണ് ഇത് പിടിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി നമ്മൾ രാവിലെ പറിച്ച് വെച്ച മാങ്ങയാണ് കേട്ടോ. ഞാൻ അന്നേരം ഒരു മാങ്ങാക്കറി വെക്കാനായിട്ട് മാങ്ങായും പിന്നെന്താണ് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് ചട്ടിക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം മീൻ വെക്കാനായിട്ട് അതിനുള്ളതും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്നൊരു മീൻ കറിയും മാങ്ങാക്കറിയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ ഊണ് റെഡിയാകും. അപ്പോൾ ഇപ്പം മീനൊന്നും വാങ്ങാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അല്ലേ. അപ്പം നമ്മളിങ്ങോട്ട് മീനൊക്കെ വാങ്ങും കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് മീനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എന്താണ് ഓയിൽ കടലിൽ വീണ് കഴിഞ്ഞ് കുറേ ദിവസത്തേക്കൊന്നും മീൻകാർ വന്നുമില്ല.
വാങ്ങിയുമില്ല. അന്നേരം നമുക്കിവിടെ വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നല്ലോ ആ സമയത്തൊന്നും. അത് കഴിഞ്ഞൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ മേടിക്കാൻ തുടങ്ങി കേട്ടോ. അന്നേരം കുറേ കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും, ബീന നിങ്ങൾ മീൻ വാങ്ങുന്നുണ്ടോ? ഞങ്ങൾ വാങ്ങുന്നില്ലെന്ന് പറയും കേട്ടോ. ഞാൻ പറയും ഞങ്ങൾ വാങ്ങുന്നുണ്ട്. മീനില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കറിയില്ലേ. അപ്പം മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ചാറുകറിയോ മോരോ ഒക്കെ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ എല്ലാവരും മീൻ വാങ്ങുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ഈ മീൻകാരൻ ചേട്ടനോട് ചോദിക്കും എല്ലാവരും വാങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കേട്ടോ എല്ലാവരും വാങ്ങുന്നുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എൻ്റെ 2-3 കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോഴത്തേന് പറയും പിന്നെ ഞങ്ങളിപ്പം ഇതുവരെ വാങ്ങിയിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും കേട്ടോ ഞാനെന്തായാലും വാങ്ങുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാങ്ങാക്കറിക്കുള്ള അതൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പം പിന്നെ മീൻ കറിയോട് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് അരച്ച് ചേർക്കേണ്ട തേങ്ങയൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം? നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? വെള്ളപ്പൊക്കമൊക്കെ ഇപ്പം വെള്ളമൊക്കെ നമ്മുടെ റോഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ. റോഡിലെ വെള്ളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എന്നും പറയും. പക്ഷേ ഇതിനകത്ത് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല കേട്ടോ. ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പോഴും റോഡിൽ നമുക്ക് ആ മെയിൻ റോഡിൽ വെള്ളം തന്നെയാണ് കേട്ടോ. പിന്നെന്താണ്, കൈക്ക് വേദനയെ പറ്റി നമ്മുടെ ലിസി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീന എക്സസൈസ് ചെയ്യണമെന്ന്. ഫിസിയോതെറാപ്പി ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇപ്പം എക്സസൈസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. അപ്പം എന്നോട് റിക്വസ്റ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് ബീന എക്സസൈസ് ചെയ്യണം മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. അന്നേരം എനിക്ക് കൈക്ക് വേദന എങ്ങനെയുണ്ടെന്ന് ഒരുപാട് പേര് എപ്പോഴും വീഡിയോയിൽ ചോദിക്കും. അപ്പം കൈക്ക് വേദന നേരത്തേലും ഒക്കെ ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. നമ്മൾ ഈ എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അന്നേരം നമ്മുടെ മീൻ കറിക്കുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് മീനൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചു. അത് കഴിഞ്ഞ് വേണ്ട ഒരു തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പുറകിലത്തെ കണ്ടത്തിൽ തേങ്ങ വീണ് വെള്ളത്തിൽ കിടക്കുവാണ് കേട്ടോ. അതിങ്ങനെ കുത്തിയെടുക്കുമ്പം കഴന്നു പോവാണ്. വെള്ളത്തിൽ കിടക്കുന്നതല്ലേ, അത് വീണ് കിടക്കുന്നതാണ് കേട്ടോ. ഞാൻ കാണത്തില്ല, കാണുമ്പോൾ ഇങ്ങനെ കുത്തിയെടുത്ത് പൊതിച്ചെടുക്കും. അപ്പം ഞാനിങ്ങനെ ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കുന്നത് എന്താണെന്നറിയാമോ, ഇങ്ങനെ ചീഞ്ഞ തേങ്ങയാണോ എന്നാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ തിരുമിയൊക്കെ കഴിഞ്ഞ് അരച്ചെടുത്ത് കറി വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ കറി കൊള്ളാതാകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ വെള്ളത്തിൽ കിടന്നെടുത്ത് പൊട്ടിച്ചെടുത്ത ഉടനെ ഒന്ന് മണപ്പിച്ച് നോക്കും കേട്ടോ. നിങ്ങളാരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് പറയണം. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ആ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. അന്നേരം ഒരു തേങ്ങാമുറി അതിൻ്റെ കഴന്നു പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കഴന്നു പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഇടണം കേട്ടോ. തേങ്ങയൊക്കെ തീർന്നു. അന്നേരം നമുക്കിനി മാങ്ങക്കറി തേങ്ങ അരച്ചാണ് ഞാൻ വെക്കുന്നത്. നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി വെക്കുന്ന പോലല്ല, അല്ലാതെ നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചുമന്നുള്ളിയും കൂടെ അരച്ച് ചേർത്ത് മഞ്ഞൾപ്പൊടിയിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്ന മാങ്ങാക്കറിയാണ് കേട്ടോ. അങ്ങനെ നിങ്ങളൊക്കെ വെക്കാറുണ്ടെങ്കിൽ കമൻ്റ് ഇടണം. തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ ഈ മാങ്ങാക്കറി വെക്കും. പിന്നെ മാമ്പഴപ്പുളിശ്ശേരി വെക്കുമ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പും അതിനകത്തേക്ക് കുറച്ച് തൈരൂടെ ചേർക്കുമല്ലോ, മോരൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് തേങ്ങ അരയ്ക്കാതെയും വെക്കാൻ പറ്റും, മീൻകറി പോലെ. അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് മാങ്ങാക്കറി വെക്കാൻ പറ്റും കേട്ടോ. അന്നേരം എന്തായാലും മാങ്ങയുടെ കാലമൊക്കെ ഇപ്പം കഴിഞ്ഞല്ലോ, സീസണൊക്കെ കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്കേ ഉള്ളൂ. അപ്പം തന്നെ നമ്മുടെ മാങ്ങാക്കറിക്കുള്ള അരപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇനി ഒന്ന് കടുക് പൊട്ടിക്കാനായിട്ട് ഉലുവായും കടുകും വറ്റൽമുളകും പിന്നെന്താണ് ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പില എൻ്റെ കയ്യിലില്ല, തീർന്നു പോയി കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എന്തായാലും കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ചാറിങ്ങനെ ഒഴിച്ചിട്ട് തിരിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലേ. അങ്ങനെ വേണ്ട നമ്മുടെ മാങ്ങാക്കറി മീൻകറി റെഡിയായി. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, നല്ല കോമ്പിനേഷനാണിത് കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.